എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ന്യൂ യൂട്യൂബറായിട്ട് വന്നിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയാണ്. യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നവർ പ്രധാനമായും ചെയ്യുന്ന ഒരു തെറ്റെന്ന് പറയുന്നത്, നമുക്ക് എവിടെ നിന്നെങ്കിലും ഏതെങ്കിലും ഒരു സോഴ്സിൽ നിന്ന് ലഭിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊണ്ട് നമ്മുടെ വീഡിയോയ്ക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് കൊണ്ടുവന്ന് സെറ്റ് ചെയ്യുന്നതാണ്. തുടക്കത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും കാണേണ്ടെന്ന് വരികയില്ല. പക്ഷേ നമ്മൾക്ക് റവന്യൂ കിട്ടി തുടങ്ങുമ്പോഴാണ് ഈ മ്യൂസിക്കിനെല്ലാം കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരാൻ തുടങ്ങും. പിന്നെ നമുക്ക് ലഭിക്കുന്ന റവന്യൂവിൻ്റെ ഒരു ഭാഗം ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്തിരിക്കുന്ന ഉടമകൾക്ക് നമുക്ക് ഷെയർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ പരമാവധി നമ്മുടെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് എവിടെന്നെങ്കിലും ലഭിക്കുന്ന മ്യൂസിക്കൊന്നും കൊണ്ട് ഇടാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാനാണെങ്കിൽ പരമാവധി എൻ്റെ വീഡിയോയ്ക്ക് ഇപ്പോൾ മ്യൂസിക്കൊന്നും ചേർക്കാറില്ല. എൻ്റെ ആദ്യകാലത്തെ വീഡിയോകൾക്കെല്ലാം ഞാൻ മ്യൂസിക് ചേർക്കുമായിരുന്നു. ഇപ്പോൾ പരമാവധി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എൻ്റെ വീഡിയോയ്ക്കൊന്നും ചേർക്കാതിരിക്കാനാണ് ഞാൻ ശ്രമിക്കാറ്. എന്നാൽ ചില വീഡിയോകൾക്കൊക്കെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമ്മൾ ചേർത്തേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ആ വീഡിയോയ്ക്ക് അതൊരു ഐശ്വര്യക്കേടാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമുക്ക് യൂട്യൂബിലാണ് വീഡിയോ ചെയ്യുന്നതെങ്കിൽ യൂട്യൂബിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ആ മ്യൂസിക് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ യൂട്യൂബിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത്, അതെവിടെ നിന്നാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുക, അതെങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അതിനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനലൊന്ന് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇടുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോകളാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ബെൽ ബട്ടണും കൂടെ ഒന്ന് ഓണാക്കി ഇടുക. ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. കൂടാണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കളിൽ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക, അവർക്കും അത് ഉപകാരപ്രദമാകട്ടെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാവുന്നതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഈ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇടുക. അതുപോലെ തന്നെ എൻ്റെ മറ്റൊരു യൂട്യൂബ് ചാനലായ സിംഗർ ഷാജി മാത്യു എന്നുള്ള എൻ്റെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇടുക. അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജും ഒന്ന് ഫോളോ ചെയ്യുക, എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മുടെ വീഡിയോയ്ക്ക് അനുയോജ്യമായ മ്യൂസിക്കുകൾ നമുക്ക് വേണമെന്ന് നമുക്ക് നിർബന്ധമുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അതാകുമ്പോൾ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരുമെന്നുള്ള ഭയവും നമുക്ക് വേണ്ട. തൽക്കാലം നമുക്ക് വിശ്വസിച്ച് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നത് യൂട്യൂബിൽ നിന്നുള്ള മ്യൂസിക്കുകളാണ് നമുക്ക് വിശ്വസിച്ച് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. അതാകുമ്പോൾ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരുമെന്നുള്ള ഭയവും വേണ്ട, നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യാവുന്നതാണ്. കുറച്ച് സമയം ചിലവഴിച്ച് നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോയിൽ മ്യൂസിക് തിരയുകയാണെങ്കിൽ നമുക്ക് അനുയോജ്യമായിട്ടുള്ള മ്യൂസിക്കുകൾ നമുക്ക് ലഭിക്കുന്നതാണ്. ഇതിപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലാണ്. എൻ്റെ യൂട്യൂബ് ചാനലിലെ യൂട്യൂബ് സ്റ്റുഡിയോ ഞാനിവിടെ ഓപ്പൺ ആക്കിയിരിക്കുകയാണ്. ഞാൻ ഈ വീഡിയോ നിങ്ങളെ കാണിച്ചു തരുന്നത് കമ്പ്യൂട്ടർ സ്ക്രീനിൽ നിന്നാണ്. മൊബൈൽ ഫോൺ ഉപയോഗിച്ചും നമുക്ക് ഈ കാര്യങ്ങളെല്ലാം വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോ ഞാനിവിടെ ഓപ്പൺ ആക്കിയിരിക്കുകയാണ്. നിങ്ങൾ മൊബൈലിൽ നിന്നാണ് യൂട്യൂബ് സ്റ്റുഡിയോ ഓൺ ആക്കുന്നതെങ്കിൽ ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്തായാലും ഓപ്പൺ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും മൊബൈൽ സ്ക്രീൻ വരിക. മൊബൈലിലാകുമ്പോൾ വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല, ഇതേ സ്ക്രീൻ തന്നെയായിരിക്കും വരുന്നത്. നമ്മൾ സൂം ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. സൂം ചെയ്താണ് സെറ്റിങ്സ് എല്ലാം ഓപ്പൺ ചെയ്യുകയും ഓഫ് ചെയ്യുകയൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് യൂട്യൂബ് സ്റ്റുഡിയോയിൽ നിന്ന് മ്യൂസിക്കുകൾ സെലക്ട് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. ഈ യൂട്യൂബ് സ്റ്റുഡിയോയിൽ എൻ്റെ പ്രൊഫൈൽ ഫോട്ടോയുടെ തൊട്ട് താഴ്ഭാഗത്തായിട്ട് കാണുന്ന ഓപ്ഷനുകൾ നമുക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്യേണ്ടതാണ്. ഒന്നാമത്തത് ഡാഷ്ബോർഡാണ്, രണ്ടാമത്തത് കണ്ടൻറ്റ്, പിന്നെ അത് കഴിഞ്ഞ് അനലിറ്റിക്സ്, കമൻറ്റ്, സബ് ടൈറ്റിൽ, കോപ്പിറൈറ്റ് എന്നിങ്ങനെയുള്ള ഓരോരോ ഓപ്ഷനുകൾ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുക. താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പം അടുത്ത ഓപ്ഷൻ ഏൺ, അത് കഴിഞ്ഞ് കസ്റ്റമൈസേഷൻ, അത് കഴിഞ്ഞ ശേഷം ഏറ്റവും താഴ്ഭാഗത്തായിട്ട് ഓഡിയോ ലൈബ്രറി എന്നുള്ളത് കാണാവുന്നതാണ്. ഈ ഒരു ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെയാണ് യൂട്യൂബിലെ മ്യൂസിക് കളക്ഷൻ എല്ലാം വന്ന് കിടക്കുന്നത്. നമുക്ക് ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഓഡിയോ ലൈബ്രറിയിൽ 3 ഓപ്ഷൻ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. ഒന്നാമത്തെ മ്യൂസിക്, രണ്ടാമത്തെ സൗണ്ട് എഫക്റ്റ്,
പിന്നെയുള്ളത് സ്റ്റാർട്ട് എന്നുള്ളതാണ്. ഈ സ്റ്റാർട്ട് എന്നുള്ളത് നമ്മളിതിൽ ഏതാണ് നമുക്ക് ഇഷ്ടപ്പെട്ട മ്യൂസിക് എന്നുള്ളത് നമുക്ക് ഇവിടെ സ്റ്റാർ മാർക്ക് കൊടുക്കാവുന്നതാണ്. ആ സ്റ്റാർ മാർക്ക് കൊടുക്കുമ്പം ആ മ്യൂസിക് ഈ സ്റ്റാർട്ട് എന്നുള്ള ഓപ്ഷനിൽ വന്ന് കിടക്കുന്നതാണ്. അപ്പം നമ്മൾ ഏതൊക്കെ മ്യൂസിക്കുകളാണ് സെലക്ട് ചെയ്തതെന്നുള്ളത് ഈ സ്റ്റാർട്ട് എന്നുള്ള ഓപ്ഷനിൽ വന്ന് കിടക്കുന്നതുകൊണ്ട് നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാവുന്നതാണ് ഏതൊക്കെയാണ് നമ്മൾ ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്തതെന്നുള്ളത്. നമ്മൾ സ്റ്റാർ മാർക്ക് കൊടുത്തേക്കുന്നു എന്നുള്ളത് നമുക്ക് ഈ സ്റ്റാർട്ട് എന്നുള്ള ഓപ്ഷനിൽ വരുമ്പോൾ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ മ്യൂസിക് എന്നുള്ള ഓപ്ഷന് താഴ്ഭാഗത്തായിട്ട് സെർച്ച് ഓർ ഫിൽറ്റർ ലൈബ്രറി എന്നുള്ള ഒരു ഓപ്ഷൻ കാണാവുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ള ഒരു മ്യൂസിക് നമുക്കവിടെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ്. നമുക്ക് നേരത്തെ തന്നെ നമ്മുടെ ഇഷ്ടപ്പെട്ട മ്യൂസിക്കിൻ്റെ പേര് നമുക്ക് അറിയാവുന്നുണ്ടെങ്കിൽ അവിടെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതുമാണ്. നമുക്കത് പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മ്യൂസിക് ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ പേര് ഓർത്തിരുന്നാലും നമുക്ക് വളരെ എളുപ്പമാണ്. അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു മ്യൂസിക് കണ്ടെത്തണമെങ്കിൽ ഒരുപാട് നമുക്ക് സെർച്ച് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ അവിടെ വീഡിയോയ്ക്ക് അനുയോജ്യമായ മ്യൂസിക്കുകൾ കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ. കുറച്ചൊക്കെ മെനക്കെടണം എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഉള്ളത് സൗണ്ട് എഫക്റ്റ് ആണ്. ആ സൗണ്ട് എഫക്റ്റ് എന്നുള്ളത് നമ്മുടെ പ്രകൃതിയിലുള്ള നാച്ചുറലായിട്ടുള്ള സൗണ്ട് എഫക്റ്റുകളെല്ലാം നമുക്കിവിടെ കിട്ടുന്നതാണ്. അപ്പോൾ അതെല്ലാം നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് ഒന്ന് കേട്ട് നോക്കുക. അപ്പോൾ നമുക്കിവിടെ മ്യൂസിക്കിലേക്ക് വരാം. മ്യൂസിക്കിൽ ഇവിടെ ധാരാളം മ്യൂസിക് ഇവിടെ താഴോട്ട് നമുക്ക് ലിസ്റ്റ് ചെയ്ത് കൊടുത്തിരിക്കാനായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഈ മ്യൂസിക്കിൻ്റെ തൊട്ട് താഴ്ഭാഗത്തായിട്ടുള്ള അടുത്തൊരു ഓപ്ഷനിൽ നമുക്ക് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 വരെയുള്ള ഒരു മാർക്കിംഗ് നമുക്ക് കാണാവുന്നതാണ്. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ടൊരു പോപ്പപ്പ് വിൻഡോ വരുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഇവിടെ സെർച്ച് ഓപ്ഷനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ പോപ്പപ്പ് വിൻഡോയിൽ ട്രാക്ക് ടൈറ്റിൽ എന്നുള്ളതാണ് ഇവിടെ ആദ്യമത്തെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ജനർ, പിന്നെ മൂഡ്, ആർട്ടിസ്റ്റ് നെയിം, ഡ്യൂറേഷൻ എന്നിങ്ങനെ നമുക്ക് സെർച്ച് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള മ്യൂസിക് ഇവിടെ നിന്നും കളക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ ജനർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൂഡിനനുസരിച്ചുള്ള മ്യൂസിക്കുകൾ നമുക്കിവിടെ കിട്ടുന്നതാണ്. നമുക്കത് ഏതെങ്കിലും ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു മൂഡ് അനുസരിച്ചുള്ള ഒരു മ്യൂസിക് ഇവിടെ മാർക്ക് ചെയ്തിട്ട് താഴെ അപ്ലൈ പറഞ്ഞാൽ മതി. അതിനനുസരിച്ചുള്ള പിന്നെ മ്യൂസിക് ആയിരിക്കും ഇവിടെ ഈ ലിസ്റ്റിൽ പോയിട്ട് വന്ന് കിടക്കുക. പിന്നെ ആർട്ടിസ്റ്റ് നെയിം, നമുക്ക് ഏതെങ്കിലും ആർട്ടിസ്റ്റിൻ്റെ നെയിം അറിയാമെങ്കിൽ ആ നെയിം അനുസരിച്ച് നമുക്കിവിടെ സെർച്ച് ചെയ്യാവുന്നതാണ്. പിന്നെ ഡ്യൂറേഷൻ, എത്ര സമയം വരെയുള്ള മ്യൂസിക്കാണ് നമുക്ക് വേണ്ടതെന്നുള്ളതാണ്. നമുക്ക് വീഡിയോയ്ക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് എത്ര സമയദൈർഘ്യം ഉള്ള മ്യൂസിക്കാണ് നമുക്ക് വേണ്ടതെന്നുള്ളത് നമുക്കിവിടെ പറഞ്ഞു കൊടുക്കാവുന്നതാണ്. അത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അപ്ലൈ പറഞ്ഞാൽ മതിയാവുന്നതാണ്. അപ്പം ആ സമയദൈർഘ്യത്തിലുള്ള മ്യൂസിക്കുകൾ നമുക്കിവിടെ ലഭിക്കുന്നതാണ്. ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന മ്യൂസിക്കിന് പലതരത്തിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ജനർ, മറ്റത് മൂഡ്, പിന്നെ ആർട്ടിസ്റ്റ്, പിന്നെ ഡ്യൂറേഷൻ എന്നിങ്ങനെയായിട്ട് വിഭജിച്ചിട്ടുണ്ട്. ഈ ലൈസൻസ് ടൈപ്പ് എന്നുള്ള ഓപ്ഷൻ നമുക്കിവിടെ കാണാവുന്നതാണ്. ലൈസൻസ് ടൈപ്പ് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നമ്മളിവിടെ മ്യൂസിക്കിൻ്റെ തൊട്ട് താഴ്ഭാഗത്തോടുള്ള 3 വരയിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ കാണാവുന്നതാണ്. ഏറ്റവും താഴ്ഭാഗത്തായിട്ടാണ് ആ പോപ്പപ്പ് വിൻഡോയിൽ ആട്രിബ്യൂഷൻ നോട്ട് റിക്വയർഡ് എന്നുള്ളത് നമുക്ക് കാണാവുന്നതാണ്. ആട്രിബ്യൂഷൻ നോട്ട് റിക്വയർഡ് എന്നുള്ളത് ഓപ്ഷൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോപ്പിറൈറ്റ് ഇല്ലാത്ത മ്യൂസിക്കുകളാണ് അവിടെ ലഭിക്കുക. നമുക്ക് യഥേഷ്ടം ഉപയോഗിക്കാം. യാതൊരു നിയന്ത്രണവും ആ മ്യൂസിക്കിനില്ല. എന്നാൽ ആട്രിബ്യൂഷൻ റിക്വയർഡ് എന്നുള്ള ഒരു ഓപ്ഷൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നമുക്കിവിടെ ഇവിടെ കാണുന്ന മ്യൂസിക്കിന് ലൈസൻസ് ടൈപ്പ് എന്നുള്ള ഭാഗത്തായിട്ട് CC എന്നുള്ളത് ഒരു ഓപ്ഷൻ നമുക്ക് വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോപ്പപ്പ് വിൻഡോ ഇവിടെ വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്നാന്ന് വെച്ചാൽ അവരുടെ ഈ മ്യൂസിക്കിൻ്റെ URL കോപ്പി ചെയ്തിട്ട് നമ്മൾ ഏത് വീഡിയോയ്ക്കാണോ ഈ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കൊടുക്കുന്നത് ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഇതിൻ്റെ ലിങ്ക് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ ആ വീഡിയോയ്ക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്.
അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ ഇതൊന്ന് കോപ്പി ചെയ്തിട്ട് ഈ URL കോപ്പി ചെയ്തിട്ട് ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ, ഒരു നിബന്ധനയായിട്ട് പറയുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ CC എന്നുള്ള ലൈസൻസ് ടൈപ്പ് മ്യൂസിക്കുകളൊക്കെയാണ് നിങ്ങളുടെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടായിട്ട് കൊടുക്കുന്നതെങ്കിൽ ഈ ലിങ്ക് കോപ്പി ചെയ്ത് നിങ്ങൾ ഏത് വീഡിയോയ്ക്കാണോ ആ മ്യൂസിക് ഉപയോഗിക്കുന്നത് ആ മ്യൂസിക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഈ ലിങ്ക് കോപ്പി ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അത് പ്രത്യേകം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ ഈ പോപ്പ് വിൻഡോയിൽ ആട്രിബ്യൂഷൻ നോട്ട് റിക്വയർഡ് എന്നുള്ള ഓപ്ഷൻ ആണെങ്കിൽ അതിന് ലൈസൻസ് ഒന്നുമില്ല, ലൈസൻസ് ടൈപ്പ് ഒന്നുമില്ല. നമുക്കത് യൂട്യൂബിൻ്റെ തന്നെ ഒരു മ്യൂസിക്കാണ്. അത് നമുക്ക് ഇഷ്ടം പോലെ ഇതുപോലെ ലിങ്ക് കൊടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നമുക്കിത് യഥേഷ്ടം ഫ്രീ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇതാണ് നമ്മളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ ആട്രിബ്യൂഷൻ നോട്ട് റിക്വയർഡ് എന്നുള്ളത് നമുക്ക് യഥേഷ്ടം ഉപയോഗിക്കാവുന്ന മ്യൂസിക്കാണ്. ലിങ്ക് കോപ്പി ചെയ്ത് ഉപയോഗിക്കേണ്ട യാതൊരു കാര്യവുമില്ല ഈ ആട്രിബ്യൂഷൻ നോട്ട് റിക്വയർഡ് എന്നുള്ള ഓപ്ഷനിൽ വരുന്ന മ്യൂസിക്കുകൾക്ക്. എന്നാൽ ഏറ്റവും താഴ്ഭാഗത്തുള്ള ആട്രിബ്യൂഷൻ റിക്വയർഡ് എന്നുള്ള ആ ഓപ്ഷനിൽ വരുന്ന മ്യൂസിക്കിനെല്ലാം ആ മ്യൂസിക്കിൻ്റെ കോപ്പി ലിങ്ക് ചെയ്ത് നമ്മൾ ഏത് വീഡിയോയ്ക്കാണ് ഉപയോഗിക്കുന്നത് ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഉപയോഗിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ആ വീഡിയോയ്ക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരുന്നതാണ്. ഇത് പ്രത്യേകം ഓർത്തിരിക്കുക. അപ്പോൾ ഈ ഒരു സ്ക്രീനിൽ ആട്രിബ്യൂഷൻ നോട്ട് റിക്വയർഡ് അല്ലെങ്കിൽ ആട്രിബ്യൂഷൻ റിക്വയർഡ് എന്നുള്ള ഇതിൽ ഏത് ഓപ്ഷനിലാണുള്ള മ്യൂസിക്കുകളാണ് വന്ന് കിടക്കുന്നതെന്നുള്ളത് നമുക്ക് പ്രത്യേകിച്ച് അന്വേഷിക്കേണ്ട കാര്യമില്ല. നമുക്ക് സ്ക്രീനിൽ നോക്കുമ്പോൾ തന്നെ കാണാവുന്നതാണ്. ഇവിടെ ഏറ്റവും മുകൾഭാഗത്തായിട്ട് ലൈസൻസ് ടൈപ്പ് എന്നുള്ള ഓപ്ഷൻ നമുക്കിവിടെ കാണാവുന്നതാണ്. അവിടെ കിടക്കുന്ന ലൈസൻസ് ടൈപ്പ് ഏത് തരത്തിലുള്ള മ്യൂസിക്കുകളാണ് എന്നുള്ളത് നമുക്കിവിടെ കാണാവുന്നതാണ്. ഇവിടെ യൂട്യൂബിൻ്റെ ആ ഒരു സിമ്പിളാണ് ഇവിടെ വന്ന് കിടക്കുന്നത്. അപ്പോൾ യൂട്യൂബിൻ്റെ തന്നെ മ്യൂസിക്കുകളാണ് ഇവിടെ വന്ന് കിടക്കുന്നത്. എന്നാൽ ആട്രിബ്യൂഷൻ റിക്വയർഡ് എന്നാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാവുന്നതാണ് ലൈസൻസ് ടൈപ്പ് CC എന്നുള്ളത് വന്ന് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഓരോ മ്യൂസിക്കിനും ഏറ്റവും ലാസ്റ്റത്തെ ഓപ്ഷൻ എടുക്കുമ്പോഴത്തേക്കും അവിടെ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ആ ഒരു ഓപ്ഷൻ പ്രസ് ചെയ്യുന്നതോടുകൂടി ആ മ്യൂസിക് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ഫോണിൻ്റെ ഗാലറിയിലേക്കോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ ഗാലറിയിലേക്കോ വരുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു മ്യൂസിക് സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ ആ മ്യൂസിക് ഡൗൺലോഡ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ആ മ്യൂസിക് ഡൗൺലോഡ് ആയി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ആ ഡൗൺലോഡ് ആയ ഫോൾഡറിലേക്ക് ഒന്ന് പോകാം. അപ്പോൾ നമുക്കിവിടെ കാണാവുന്നതാണ് നമ്മൾ ആ ഡൗൺലോഡ് ചെയ്ത മ്യൂസിക് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കിനി ഇവിടെ നമുക്ക് വീഡിയോ എഡിറ്ററിലേക്ക് കൊണ്ടുപോയിട്ട് നമുക്ക് ആ നമ്മുടെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് നമുക്കിത് ഈ ഫയൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ വളരെ എളുപ്പം ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഈ മ്യൂസിക്കുകളെല്ലാം നമ്മുടെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്കൊന്നുമില്ലാത്ത മ്യൂസിക്കുകൾ നമുക്ക് യൂട്യൂബിൽ നിന്ന് യഥേഷ്ടം നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വളരെ എളുപ്പത്തിൽ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ആർക്ക് വേണമെങ്കിലും നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് വേണമെങ്കിലും നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ആദ്യമൊക്കെ എൻ്റെ മൊബൈൽ ഉപയോഗിച്ചാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഓപ്പൺ ആക്കിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് പോലും ഞാൻ എൻ്റെ മൊബൈൽ ഉപയോഗിച്ച് ഞാൻ ഇതുപോലെ മ്യൂസിക്കുകൾ ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ മൊബൈലിലാണ് ഞാൻ ഡെസ്ക്ടോപ്പ് സൈറ്റ് ഞാൻ ഓപ്പൺ ആക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ആക്കി കഴിയുമ്പോൾ മൊബൈലിൽ ഓപ്പൺ ആക്കി കഴിയുമ്പോൾ പിന്നെ നമുക്ക് സൂം ചെയ്ത് ഞാൻ ഈ ഓഡിയോ ലൈബ്രറിയൊക്കെ ഇങ്ങനെ ഓഡിയോ ലൈബ്രറിയിൽ കയറി ഞാൻ വീഡിയോയ്ക്ക് അനുയോജ്യമായ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കെല്ലാം ഞാൻ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ മൊബൈലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വളരെ ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് നമ്മുടെ ഫോണിൻ്റെ ഗാലറിയിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് ഓണാക്കി ഇടുക. നിങ്ങളുടെ സുഹൃത്തുക്കളിൽ എല്ലാവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ്.
അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.